ഞാൻ അന്ന് മുശ്രിക്കീങ്ങളുടെ അണിയിലാണുള്ളത്, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാ ഞാനുള്ളത്. അങ്ങനെ ഉപ്പാ ഞാനിങ്ങനെ യുദ്ധം നന്നായിട്ട് അരങ്ങു തകർത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എന്റെ വാളിന് നേരെ ഒരിക്കൽ ഉപ്പയുടെ കഴുത്ത് വന്നത് ഞാൻ കണ്ടിരുന്നു. റളിയല്ലാഹു അൻഹുവിനോട് മകൻ ഇത് പറഞ്ഞപ്പോ മകൻ പറയാ, ഉപ്പ തുടർന്ന് പറയാണ്, അന്ന് നിങ്ങളെ കണ്ടപ്പോ എനിക്കിങ്ങനെ തോന്നി, സംഗതി എന്റെ വാളിന് നേരെ നിങ്ങളുടെ കഴുത്ത് വന്നിരുന്നു. അങ്ങനെ വന്ന സമയത്ത് അന്നെനിക്ക് തോന്നിപ്പോയി, ഏതായാലും എന്റെ പൊന്നുപ്പയല്ലേ, ഫവല്ലൈതു വജ്ഹി അൻക, അപ്പോൾ തന്നെ ഞാൻ എന്റെ മുഖം നിങ്ങളെ തൊട്ടങ്ങ് തിരിച്ചു കളഞ്ഞു. വേണ്ട, എന്റെ വാപ്പയല്ലേ എന്ന് കരുതിയിട്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉപ്പ അന്ന് ഞാനെങ്ങാനും അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ സംഗതി നടക്കുമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, അപ്പോൾ ഏതായാലും മോൻ അന്ന് ചെയ്ത ഒരു സംഗതി തന്നോട് സ്നേഹം പ്രകടിപ്പിച്ചതുമാണല്ലോ, തെറ്റല്ലല്ലോ. ആ സ്ഥിതിക്ക് ഈ പ്രയോഗത്തെ എന്ത് ചെയ്യാമായിരുന്നു? പിന്തുണച്ചു പോകാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത്രേ, മോനെ അങ്ങനെ ഒരു സംഗതി നടന്നോ? സിദ്ദീഖുൽ അക്ബർ തിരിച്ചു ചോദിക്കാം, അങ്ങനെ ഒന്നും ഉണ്ടായോ? എന്റെ മോൻ എന്നെ കണ്ടിട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നല്ലേ? എന്നാലേ മോനെ വാപ്പൻ ടുട്ടിനെ കുറെ നോക്കിയതാ, കണ്ടു കിട്ടാത്തോണ്ട് ടുട്ടിന്ന് ബാക്കിയായി. കണ്ട നിങ്ങൾ, അതാണ് വലൗകാനു ആബാഅഹും ഔ അബ്നാഅഹും, മക്കളും അവർക്ക് പുല്ലുവിലയാ, അവർക്ക് അല്ലാഹുവും റസൂലും കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. നിന്നെ ഞാൻ കണ്ടു കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞെങ്കിൽ നോക്കണം നിങ്ങൾ അവരുടെ ആവേശം എത്രയാണെന്ന്. ഇതാ പറഞ്ഞത്, ഇസ്ലാമിനെതിരായി നിൽക്കുമ്പോൾ പിന്നെ അവരുടെ മക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ കുടുംബങ്ങളോ ഇത്തരം കാര്യങ്ങളൊന്നും കടന്നു വരുന്നില്ല. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്, അതിലേക്ക് വരുന്നില്ല. നമുക്ക് ഈ കാര്യം തന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ദീനിനെതിരെ ചെയ്യുന്ന മോനോട്, പലിശക്ക് കൊടുക്കുന്ന മോനോട്, വട്ടിക്ക് വാങ്ങുന്ന മോനോട്, മോനെ ചെയ്യല്ല എന്ന് പറയണം. ഉപ്പ ഇന്നുവരെ ഹറാമ് തിന്നിട്ടില്ല. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം, വയസ്സാം കാലത്ത് നിങ്ങൾ നിങ്ങളെ വാപ്പമാരെ കൊടുക്കരുത്. അതുവരെ അധ്വാനിച്ച് ഹലാലായ ഭക്ഷണം നിങ്ങൾക്ക് തന്നിട്ട് അവസാന കാലത്ത് കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ അവർക്ക് ജോലിക്ക് പോകാൻ വയ്യാത്ത നാളിൽ നിങ്ങൾ അവസാന സമയത്ത് അവരെ ഹറാമ് തീറ്റിക്കരുത്. യുവാക്കളെ, പടച്ച റബ്ബിനെ പേടിക്കണം നിങ്ങൾ. ആ വാപ്പമാരെ നിങ്ങൾ നരകത്തിലേക്ക് എറിയരുത്. ഉപ്പമാരെ, ഇങ്ങനെയുള്ള ഒരു ഘട്ടം വന്നാൽ ആ മകനോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് ചെങ്കൂറ്റമുണ്ടാവണം. തുറന്നു പറയാനുള്ള വോയിസ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇതാണ് അമിതമായ മക്കളോടുള്ള സ്നേഹം ഭ്രമമായി മാറുന്നത്. ഇവിടെയാണ് ഇത് തന്നെയാണ് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, നിങ്ങളെ ഭാര്യമാരെ കൂട്ടത്തിൽ തന്നെ, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ തന്നെ അദുവ്വൻ ലക്കും, പിശാച് നിങ്ങളെ ശത്രുവായതുപോലെ നിങ്ങളെ ഭാര്യമാരിൽ ചില ഭാര്യമാര് നിങ്ങളുടെ ശത്രുവാണ്. ആ ഭാര്യ കടന്നു വന്നതിന്റെ ശേഷമാണ് മോനെ നീ നിന്റെ താടി വടിച്ചത്. നല്ലോണം കരുതിക്കോ. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, ഭാര്യയുടെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് നീ നിന്റെ താടി വടിച്ചെങ്കിൽ മനസ്സിലാക്കിക്കോ, ഖുർആനിലെ ഒരായത്താൻ, ഭാര്യമാരെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് കേട്ടോ. വഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളെ മക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ 60 വയസ്സ് വരെ വിശുദ്ധമായ ജീവിതം നയിച്ചു. 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വലിയ മോന് അതാ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നു. അവനൊരു ടെലിവിഷൻ നിങ്ങളെ വീട്ടിൽ സ്ഥാപിച്ചു. അതാ കേബിളും ഇട്ടു തന്നു. എല്ലാം സന്തോഷകരമായി. ഇനി നിങ്ങളങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്ലീലങ്ങൾ. 60 വയസ്സ് വരെ
തഖ്വ കീപ്പ് ചെയ്ത് ജീവിച്ച ഒരു ഉമ്മ 60ാമത്തെ വയസ്സിൽ ഇത് തകർക്കുന്നത് ഈ ബോധമില്ലാത്ത മോനാണ്. അല്ലാഹ് പറയുന്നു, ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവല്ലക്കും, നിങ്ങളെ ഭാര്യമാരിലും മക്കളിലുമൊക്കെ നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട് കേട്ടോ. അവർ നിങ്ങളുടെ തഖ്വ തകർക്കും കേട്ടോ. അവർ നിങ്ങളുടെ സലാമത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കും കേട്ടോ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് നോക്ക്, നിങ്ങൾ ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ കരുതിയിരിക്കണം. ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ കരുതിയിരിക്കണം. ഈ സ്നേഹം അതിരുവിടുമ്പോഴുണ്ടാകുന്ന അപകടമാണിതൊക്കെ. ഇസ്ലാമിനെതിരു മക്കൾ എന്തു പറഞ്ഞാലും അതിന് റാമൂളി കൊടുക്കാൻ പറ്റില്ല. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലാഹു തആല പറയുന്നത് വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദാ, കുന്നുകൂടി കിടക്കുന്ന സ്വർണവും വെള്ളിയും എന്ന് പറഞ്ഞാൽ അന്ന് നാണയങ്ങളായി ഉപയോഗിക്കുന്നത് സ്വർണം വെള്ളിയൊക്കെയാണ്. സ്വർണം വെള്ളി എന്ന് മാത്രമല്ല, സാമ്പത്തിക ആസ്തി, നല്ല സാമ്പത്തിക ആസ്തി, ഇതാണ് നിങ്ങളുടെ 3ാമത്തെ ഭൂമിയിലെ അപ്പകഷ്ണം. പെണ്ണ്, മക്കള്, നല്ല സാമ്പത്തിക അടിത്തറ. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദാ, ഈ സാമ്പത്തിക കെട്ടുറപ്പ ഇത് പാടില്ലേ? പാടുള്ള വശമുണ്ട്, പാടില്ലാത്ത വശമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് അല്ലാഹ് സുയ്യിന എന്ന് പറഞ്ഞത്. ആരാ ഭംഗിയാക്കി തരുന്നത്, അതിനനുസരിച്ചാണ് ഇത് അനുകൂലവും പ്രതികൂലവും ആകുക. ആരാന്ന് പറയാതെ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാഹ് പറഞ്ഞ ലെവലില് ഹലാലും ഹറാമും നോക്കിയാ സമ്പാദിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ദിവസമാണെന്ന് എന്റെ ഓർമ്മ, എത്രയോ അധ്വാനിക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ധാരാളം സമ്പത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഹലാലായ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും സമ്പാദിക്കാം, അതിനെതിര് പറയുന്നില്ല. ഹലാൽ ഉണ്ടാക്കാം, പക്ഷേ ഹറാമായ ഒരു പൈസ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷവും ചെയ്യും. അപ്പൊ ഇന്നത്തെ അവസ്ഥ ശരിക്ക് വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദാ എന്നത് പൂർണ്ണമായും പൈശാചികമായി നമ്മുടെ എല്ലാ നാട്ടിലും നീണ്ടു നിവർന്ന് കിടക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഭൗതികതയുടെ അതിപ്രസരം ആദ്യ ദിവസം പ്രഥമ ദിനം നമ്മൾ ചർച്ച ചെയ്തു. നോക്ക് നിങ്ങൾ, ഹലാലും ഹറാമും ഒന്നും നോക്കാതെ ഉണ്ടാക്കണം, ഇത് മാത്രമേ മനുഷ്യന്റെ മനസ്സിലുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്ക് അപകടം ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദാ. ഇനി നമുക്ക് വിചാരണ നാൾ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറയാനുണ്ട്. വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നഈം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നഈം ചുരുക്കി അല്ലാഹു പറഞ്ഞതായി 6 കാര്യം ദുനിയാവിലെ ആഡംബരങ്ങളെ കുറിച്ച് അതൊന്ന് ചെറിയ രൂപത്തിൽ കാണാമെന്ന് കരുതിയാണ്. ഇനി അടുത്തതായി അല്ലാഹു പറയുന്നത് വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദാ. അപ്പൊ ആ മുതലിന് വേണ്ടി മരിച്ചാൽ, തങ്ങൾ പറഞ്ഞു ഹലാലായ മാർഗത്തിലാണെങ്കിൽ മുതലിനെ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല. എന്തേ? മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. അത് നബിയുടെ പ്രഖ്യാപന. നിന്റെ സമ്പത്തിന് വേണ്ടി നീ കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, നീ ഷഹീദിന്റെ കൂലിയാ നിനക്ക്. അതിരു തിരക്കാൻ വന്നു നമ്മുടെ അയൽക്കാരൻ, നമ്മക്കുറപ്പുണ്ടാ തേക്ക് നമ്മളുടേതാണ്. അവനിങ്ങനെ തുരന്ന് അത് അവന്റെ കണ്ടത്തിലേക്ക് ചാടിച്ചതാ. എനിക്കുറപ്പുണ്ട് എന്റെ സ്വത്താണ് എന്ന് ഉറപ്പുള്ള ഒരു സംഗതി. അല്ലെങ്കിൽ നിങ്ങൾ 1,00,000 രൂപയുമായി യാത്ര ചെയ്യുന്നു, കൊള്ളക്കാര് പിടിച്ചു. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് സ്വത്ത് ഒഴിവാക്കാൻ മനസ്സില്ല. ഹലാലായ സ്വത്താണ് നിങ്ങളെ കയ്യിലുള്ളത്. നിങ്ങൾ പറഞ്ഞു ഞാനിത് വിട്ടുതരൂല എന്ന് കണ്ടപ്പോൾ അവർ നിന്നോട് പോരാടി. അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ വെട്ടും കുത്തുമേറ്റിട്ട് നീ മരിച്ചാൽ നീ ഷഹീദിന്റെ കൂലിയുണ്ട് നിനക്ക് എന്ന് പറഞ്ഞെങ്കിൽ അത് അർഹതപ്പെട്ട സ്വത്തിനെ സ്നേഹിക്കാമെന്നാണ് പറഞ്ഞത്. ഹലാലായ സ്വത്തിനെ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം ഹറാമും ഹലാലും നോക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് അപകടമാകുന്നത്. ഇന്നത്തെ കഥയും അതാണ്. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദാ. അത് കഴിഞ്ഞിട്ട് ഇനി പറയുന്നത് വൽ ഖൈലിൽ മുസവ്വമാ. വൽ ഖൈലിൽ മുസവ്വമാ,
വൽ ഖൈരിൽ മുസവ്വമ, അടയാളം വെക്കപ്പെട്ട കുതിരകൾ എന്ന് പറഞ്ഞാൽ മേത്തരം കുതിരകൾ, വാഹനങ്ങൾ, അടിപൊളി വാഹനങ്ങൾ. ഈ കാലഘട്ടത്തിലേക്ക്, എല്ലാ കാലഘട്ടത്തിലേക്കും ഖുർആൻ പ്രസക്തമാണല്ലോ എന്നും. വൽ ഖൈലിൽ മുസവ്വമ എന്ന് പറഞ്ഞാൽ അടിപൊളി വാഹനങ്ങളോടുള്ള ഭ്രമം, അത് നിങ്ങൾക്ക് അപകടമാണ്. എന്നാലോ അതും അള്ളാഹു അനുവദിച്ച ഒരു രൂപമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സുയ്യിന എന്ന് പറഞ്ഞാ തുടങ്ങിയത്. അള്ളാഹു ഭംഗിയാക്കി തരുമ്പോൾ അത് അനുവദിക്കപ്പെട്ടതാണ്. പിശാച് ഭംഗിയാക്കി തരുമ്പോൾ അത് അനുവദിക്കപ്പെടാത്ത മേഖലയാണ്. അപ്പോൾ വാഹനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നോക്ക്. മര്യാദക്കാണെങ്കിൽ ഒരു വാഹനമാവാം, നല്ല ഒരു വാഹനമാകാം, ഓടാൻ ഒരു വാഹനമാകാം. പക്ഷേ വാഹനത്തിന് വേണ്ടി വാഹനമായി കൂടാ. പറഞ്ഞു തിരിയണം. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം എണ്ണുമ്പോ റസൂലുള്ള പറയുന്നുണ്ട്, ഒരു വീട്ടുമുറ്റത്ത് ഒന്നിലധികം വാഹനങ്ങൾ കൂടി നിൽക്കുന്ന കാലഘട്ടം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഓടാൻ വാഹനമാകാം, വാഹനത്തിന് വേണ്ടി നീ ഓടരുത്. വാഹനം എടുക്കാൻ വേണ്ടി നീ ഓടരുത്. അതേസമയം ഓടാൻ വേണ്ടി വാഹനമാകാം. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലുമുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ പറ്റില്ല, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാ. അപ്പോൾ ഇഷ്ടത്തിനല്ല കുഴപ്പോ, വാഹനത്തിനോടുള്ള സ്നേഹത്തിനല്ല കുഴപ്പോ, ആ പ്രിയത്തിനപ്പുറത്ത് ഭ്രമം എന്ന് പറഞ്ഞ ഒരു സംഗതി വരാനുണ്ട്. അതാണ് മോഡൽ ഭ്രാന്തി എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു വാഹനം കയ്യിലുണ്ട്, അയാളുടെ ആവശ്യത്തിന് അത് മതി. പക്ഷേ മോഡൽ ഭ്രാന്ത് തലക്കു പിടിച്ചിട്ട് ഓരോ കൊല്ലവും 3-4 ലക്ഷം കളയുന്നവരുണ്ട്. ശ്രദ്ധിക്കണം, ഇത് വൽ ഖൈലിൽ മുസവ്വമയോടുള്ള ഭ്രമമാണ്. ഇത് അപകടം ചെയ്യുമെന്ന് ഓർക്കുക. ഒരൊറ്റ അറബി ശൈഖിന്റെ വീട്ടിൽ തന്നെ വീട്ടുമുറ്റത്ത് 6-10 ഒക്കെ വാഹനങ്ങൾ നിരന്നു നിൽക്കുന്നു. എന്തിന്? തനിക്കോടാനൊന്നു മതി. പക്ഷേ ഇന്നൊന്നിൽ, നാളെ ഒന്നിൽ, മറ്റന്നാളൊന്നിൽ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് അത് വാഹന ഭ്രമമായി മാറുന്നത്. ഇത് അപകടം ചെയ്യും, സംശയിക്കേണ്ടതില്ല. അതേസമയം അല്ലാഹു അനുവദിച്ച ആ വൃത്തത്തിൽ നിന്നിട്ടോ നല്ല വാഹനം ഉപയോഗിച്ചുകൂടെ ഉപയോഗിക്കാം. അത് ആളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാ, ആൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. വാഹനം നന്നാക്കുന്നതും നന്നാക്കാതിരിക്കുന്നതുമൊക്കെ എനിക്ക് എന്റെ ചുറ്റുവട്ടത്തിൽ കറങ്ങാനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു വാഹനമേ എനിക്ക് ആവശ്യമുള്ളൂ. അതേസമയം കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ നിൽക്കാതെ ആ മഹാന്റെ വീലുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാറിന്റെ വീലുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല വാഹനം തന്നെ വേണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അധികാര പരിധി കൂടിയപ്പോ അള്ളാഹു പറഞ്ഞു, വലി സുലൈമാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം മറ്റ് അമ്പിയാക്കൾക്ക് കൊടുത്തതുപോലെയല്ല, അടിപൊളി വാഹനമാണല്ലോ ഒരുക്കി കൊടുത്തത്. കാരണം സുലൈമാൻ നബിക്ക് രാജ്യം ലോകം മുഴുവൻ ഭരിക്കുകയായിരുന്നു. അപ്പൊ തന്റെ അധികാര പരിധി ഏതോ ഒരു ജില്ലയിൽ ഒതുങ്ങുന്നതല്ല, ഒരു പ്രദേശത്ത് ഒതുങ്ങുന്നതല്ല, എല്ലായിടത്തും ഓടിയെത്തണം, അവിടുത്തെയൊക്കെ കാര്യങ്ങൾ അറിയണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഉന്നതമായ ഒരു വാഹനം തന്നെ വേണം. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുസല്ല ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ട് കട്ടിലിൽ അങ്ങോട്ടിരുന്നാൽ അന്തരീക്ഷത്തിലൂടെ കാറ്റ് എടുത്തു പറക്കുകയായിരുന്നു. പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ തന്റെ ശരീരത്തിന് അതിൻ്റെതായ പ്രതികൂല സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായി യാത്ര ചെയ്തു. കാരണം ഇവിടെ ഒരു ചെറിയ വാഹനം മതിയാവില്ല സുലൈമാൻ നബിക്ക്. അതുകൊണ്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയിലെ ഏതാനും പ്രദേശങ്ങളുടെ കാര്യം മാത്രം നോക്കേണ്ട, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രദേശത്തിന്റെ കാര്യം മാത്രം നോക്കേണ്ട, കേരളത്തിന്റെ ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരാളുടെ വണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യക്കകത്തും പുറത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ പണ്ഡിതൻ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, അവരുടെ വാഹനങ്ങളും ഒരുപോലെ തുലനം ചെയ്യാൻ പാടില്ല. നല്ല വാഹനങ്ങൾ വേണ്ടിവരും യാത്ര ചെയ്യാൻ. ആവാം, അതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വാഹന ഭ്രമത്തിനാണ് അപകടം പറഞ്ഞത്. പൈശാചികമായ സ്നേഹങ്ങള്,
ഇതുകൊണ്ട് ഇവൻ നടത്തുന്നത് മുഴുവനും കൂത്താട്ടങ്ങളാണെങ്കിൽ, അനിസ്ലാമിക കാര്യങ്ങളാണെങ്കിൽ അവിടെയാണ് കുഴപ്പങ്ങളാകുന്നത്. അതേസമയം ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ അതെല്ലാം ആവാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഹന സൗകര്യങ്ങൾ ഒരു വലിയ അനുഗ്രഹമായിട്ടല്ലേ സൂറത്തുൻ നഹലിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. വാഹന സൗകര്യം വലിയ ഒരു അനുഗ്രഹമാണെന്നാണ്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അവിടെ കണ്ടോ നിങ്ങൾ അല്ലാഹു എണ്ണിയത്? മുന്തിയ ഇനം വാഹനങ്ങളാ ആദ്യം പറഞ്ഞത്. വൽ ഖൈല കുതിര, വൽ ബിഗാല കോവർ കഴുത, വൽ ഹമീറ കഴുത. അങ്ങനെ വരുന്നത് എന്തേ? കുതിര ഏറ്റവും മുന്തിയ വാഹനം, അന്ന് നിലവിലുള്ള വാഹനത്തില് മുന്തിയ വാഹനം. വൽ ഖൈല വൽ ബിഗാൽ, പിന്നെ പറയുന്നത് കോവർ കഴുതയാണ്. അത് കഴിഞ്ഞിട്ട് ആ കഴുതക്ക് സ്ഥാനം കൊടുക്കുന്നത്. അതെന്തേ? കഴുതക്ക് പിന്നീട് സ്ഥാനം കൊടുക്കാൻ കാരണം എന്തേ? കോവർ കഴുത എന്ന് പറയുന്നത് കുതിരയും കഴുതയും ബന്ധപ്പെട്ട് അതിൽ ജനിക്കുന്ന സങ്കര ഇനത്തിനാണല്ലോ ബഗല് കോവർ കഴുത എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കുതിരയുടെ അത്ര ചടുലത അതിനുണ്ടാവില്ല. അതേസമയം കഴുതയെപ്പോലെ വളരെ മന്ദമായ സ്വഭാവം അതുമായിരിക്കില്ല. രണ്ടിന്റെയും ഇടയ്ക്കൊരു മീഡിയം രൂപമായിരിക്കും. അല്ലാഹു അതിനെ നടുവിൽ അവിടെ ഇട്ടു. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ. നമ്മൾ സാധാരണ പറയുന്നത് പോലെ കാറ്, ജീപ്പ്, മോട്ടോർ സൈക്കിൾ എന്നൊക്കെ പറയും പോലെ അതിനനുസരിച്ച് ആ തർത്തീബിലാ അല്ലാഹു അവതരിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു ലിതർകബൂഹാ. എന്തിനാണ് ഇതൊക്കെ അല്ലാഹു ഒരുക്കി തന്നതെന്നറിയോ? നിങ്ങൾക്ക് വാഹനം കയറാൻ. വസീനാ, വാഹനം കയറാനാണല്ലോ ഒരുക്കി തന്നത്. പക്ഷേ നിങ്ങൾ ഇത് ദുരുപയോഗം ചെയ്ത് വസീനത്തൻ, അലങ്കാരമായി വെക്കാറുമുണ്ട്. കണ്ടോ, ഇവിടെ ലിതർകബൂഹ എന്ന് പറഞ്ഞ അതേ ശൈലിയിൽ അല്ലാഹു പറയുമ്പം വലിതതസയ്യനൂ ബിഹാ, നിങ്ങൾ ഇതുകൊണ്ട് അലങ്കാരം കാണിക്കാനും എന്നാ പറയേണ്ടത്. പക്ഷേ അല്ലാഹു വസീനത്തൻ എന്ന ശൈലിയിലേക്ക് മാറിയത് മുഫസ്സിറുകൾ പറയുന്നത് കാണാം. അല്ലാഹുവിന് അലങ്കാരത്തിന് വേണ്ടി വാഹനം വെക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഓടാൻ ഒരു വാഹനമാവാം, വാഹന ഭ്രമത്തിലേക്ക് എത്തിക്കൂടാ. എന്നാ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞതാണ്. ലിതർകബൂഹാ വസീനത്തൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അന്ന് പ്ലെയിനിനെ കുറിച്ച് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. അന്ന് മല പോലെ കടലിൽ ഒഴുകി നടക്കുന്ന കപ്പലുകളെ കുറിച്ച് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയില്ല. ചെറിയ കപ്പലുകളല്ലേ അന്നുള്ളൂ. അന്ന് ചെറിയ കപ്പലുകളേ ഉള്ളൂ. മല പോലെ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന കപ്പലുകൾ വരുമെന്നൊക്കെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ പ്രവചനങ്ങളായി കാണണം നമ്മൾ. എന്തേ കാരണം? 1800 ശേഷമാണ് ഇത്രയും നല്ല വാഹനങ്ങൾ, എത്രയും നല്ല കപ്പലുകൾ ഇറങ്ങാൻ തുടങ്ങിയത്. ഖുർആനിന്റെ പ്രവചനങ്ങളായിട്ട്, പുലർന്ന പ്രവചനങ്ങളായിട്ട് വായിക്കാൻ പറ്റും നമുക്ക്. മല പോലെ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന കപ്പലുകൾ, അത് അല്ലാഹുവിൻ്റെതാണ് എന്ന് അല്ലാഹു പറഞ്ഞത് അവിടെയാണ്. ആ കപ്പലുകളെ നിയന്ത്രിക്കുന്നത് അവനാണെന്ന് പറഞ്ഞു. അവൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ചാലക ശക്തി അവന് നശിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. പിന്നെ അതാ കടലിൽ അങ്ങനെ കെട്ടിക്കിടക്കും. അത് കടലിൽ അവിടെ കെട്ടിക്കിടക്കും. അല്ലെങ്കിൽ മുക്കിക്കൊല്ലും. ആ കപ്പൽ മുക്കിക്കളയും. ടൈറ്റാനിക് തകർന്നില്ലേ? ലോകത്തെ വെല്ലുവിളിച്ചല്ലേ ടൈറ്റാനിക് കടലിലിറക്കിയത്? അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പലാണെന്ന് പറഞ്ഞ് തകർന്നു പോയില്ലേ സഹോദരാ? ചിന്തിക്ക്. അല്ലാഹുവിന്റെ ഈ താക്കീതുകൾക്കൊക്കെ എന്തൊരു ഭീഷണി അല്ലാഹു നടത്തിയിട്ടുണ്ടോ? അതിനൊക്കെ 1-2 ഉദാഹരണങ്ങൾ ലോകത്ത് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെയാ നമ്മൾ കണ്ടുവരുന്നത്. അതിലേക്കൊന്നും കണ്ണു തുറക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഏതായാലും പറഞ്ഞു വന്നിരുന്നത് വാഹന ഭ്രമം അപകടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ടതാണ് ഒരാൾ ഭാഗ്യവാനാണെന്ന് പറയാൻ. എന്തൊക്കെയാണ് അയാൾക്ക് വേണ്ടത്? ഒരു നല്ല ഭാര്യ, ഒരു നല്ല കുഞ്ഞ്, ഒരു നല്ല വീട്, ഒരു നല്ല വാഹനം. ഇതുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വാഹനത്തെ മൊത്തത്തിൽ എതിർക്കരുത് എന്ന് പറഞ്ഞത്. വാഹനം നല്ല ഒരു സൗകര്യമാണ്, പിശാചിന്റെ ഭാഗത്ത് നിന്ന് അപകടമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് സുയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞത്.
ഒന്ന് ഇലാഹിയാണ്, ഒന്ന് ശൈത്താനിയാണ്. ഒന്ന് വിമർശിക്കപ്പെടുമ്പോ ഒന്ന് അംഗീകരിക്കപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു ആ ശൈലിയിൽ സംസാരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ഇനി പറഞ്ഞത് വൽ ഖൈലിൽ മുസവ്വമ എന്ന് കഴിഞ്ഞതിന്റെ ശേഷം പറയുന്നത് വൽ അൻആം, നാൽക്കാലി ഭ്രമം. നാൽക്കാലി ഭ്രമം ഭൂമിയിലെ മറ്റൊരപ്പകഷ്ണമാണ് നാൽക്കാലി ഭ്രമം. ഷഹവാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നാൽക്കാലി ഭ്രമം. നാൽക്കാലികളെ വളർത്തൽ അപകടമാണോ? അതാ ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ ഹൈറും ഷെറും ഉണ്ട്. അപ്പൊ എല്ലാവരും സമ്മതിക്കുമല്ലോ നാൽക്കാലികളെ വളർത്തൽ ഹൈറാണ്. ഇതിലൊക്കെ ഹൈറും ഷെറും ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്മായിലുൽ ഹഖി അങ്ങനെ പറഞ്ഞത്. ആ വിശദീകരണം ആദ്യം കേൾപ്പിച്ചത്. അപ്പൊ നാൽക്കാലികളെ പോറ്റാം, പക്ഷെ നാൽക്കാലി ഭ്രമാകരുത് ആവശ്യമില്ലാതെ. ആ ഭ്രമത്തിന് ഉദാഹരണം പറയാൻ പറ്റിയത് ഏതാ? വല്ല അനാമി, നാൽക്കാലി ഭ്രമത്തിന് ഉദാഹരണം പറയാൻ പറ്റിയത് കാളപ്പൂട്ട് കമ്പക്കാരായ കുറെ ആജ്യന്മാരുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചിട്ട് കാളമാരെങ്ങനെ പോറ്റുന്ന ഒരു കാര്യമില്ലാതെ. അതിന് തിന്നാൻ കൊടുക്കാൻ തന്നെ ഓരോ മാസത്തിൽ 10,000, 25,000, 30,000 വേണം. ഇങ്ങനെ പണം ചെലവഴിച്ചുകൂടാ. മുസ്ലിം ഹാജിമാർ ഇത്തരം പരിപാടികൾ ചെയ്തു പോകരുത്. അതാ പറഞ്ഞത് നാൽക്കാലി കമ്പം ഇതുണ്ടാവാൻ പാടില്ല. ഈ ഭ്രമം അവസാനിപ്പിക്കേണ്ടതാണ്. ഹൈറായ മാർഗത്തിൽ ആവാം. പാല് കറക്കാൻ, പാല് വിറ്റ് ജീവിതം കഴിയാൻ, മാംസത്തിന് വേണ്ടി എവിടെയൊക്കെ ആവാം. പക്ഷേ തോന്നിവാസത്തിന് വേണ്ടി നാൽക്കാലികളെ കെട്ടിപ്പോറ്റാൻ പാടില്ല. കൃഷിയുടെ കൂട്ടത്തിൽ അനുവദിക്കപ്പെടാത്ത കൃഷികൾ, ആ കൃഷികൾ ചെയ്യാൻ പാടില്ല. കഞ്ചാവ് കൃഷി ഇറക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹറാമായ കൃഷികളിൽ നിന്ന് മാറി നിൽക്കുക. ഹറാമായ രൂപത്തിൽ കൃഷി ഇറക്കുന്ന ചുറ്റുപാട് പാടില്ല. അതേസമയം ഹലാലായ രൂപത്തിലാവുക ആണെങ്കിൽ ആവുകയും ചെയ്യാം. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത് മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്. ഈ ഭൂമി ലോകത്തുള്ളത് പ്രധാനമായും 6 അപ്പകഷ്ണങ്ങളാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചത് ഖൈറിലോ ശർറിലോ സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അല്ലാഹ് നിങ്ങളോട് ചോദിക്കാതെ പോകില്ല. ഈ വിചാരണ നാളിന്റെ കടുപ്പം എത്രയാണെന്നറിയോ നിങ്ങൾ? ഈ വിചാരണ നാളിനെ കുറിച്ച് അല്ലാഹ് സൂറത്തു യാസീനിൽ നല്ല കടുപ്പത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാഹ് വിചാരണ നടത്താൻ വേണ്ടിയിട്ട് കിതാബ് കയ്യിൽ കൊടുത്ത് വഉദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞു ആ കിതാബ് കൊടുക്കുന്ന രംഗം വേറെയും ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കിതാബിലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ ഇവരതാ ബേജാറായി നിൽക്കുകയാണ്. പടച്ചവനെ, എന്തൊക്കെയാണ് എന്റെ കാര്യത്തിൽ തീരുമാനം വരാൻ പോകുന്നതെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, ഈ കിതാബിൽ ഞാൻ ചെയ്ത മുഴുവൻ വേണ്ടാത്തരങ്ങളും ഇതിലുണ്ടല്ലോ. ഇതിന്റെ പേരിൽ ഇന്നെന്നെ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന ഭയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, ആ കിതാബ് കിട്ടിയ ഭയത്തിൽ നിൽക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ വിചാരണക്കൊരുങ്ങുന്നത്. വിചാരണക്കൊരുങ്ങുമ്പോൾ നിങ്ങൾ ഇന്നതുമൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു നീണ്ട ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. എവിടെയാണ് അതുള്ളത്? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അൻഹദി ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ഹദീസിൽ കാണാം. നീണ്ട ഹദീസിൽ പറയുന്ന അങ്ങനെ ഇവരെ വിചാരണക്കെടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ നല്ല ജനങ്ങൾ, സജ്ജനങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ചുളിവിൽ ഇവരും സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴാണ് ഈ ആട്ടിൽ വരുന്നത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഹലോ കുറ്റവാളികളെ, നിങ്ങൾ വേറിട്ടു നിൽക്കണം. അവിടുന്ന് ദൂരത്തേക്ക് മാറി നിൽക്ക. ഇതെന്റെ വിശ്വാസികൾക്കുള്ള അവസരമാണ്. അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് കണ്ട് അതിന്റെ പിന്നാലെ പോകണ്ട. അങ്ങനെ കമ്പനി കൂടി നിൽക്കുന്നു. കമ്പനി അടിച്ചാണ് ഇവൻ പടം കാണാൻ പോയത്. കമ്പനി അടിച്ചാണ് ഇവൻ ഈദ് നൈറ്റ് ഒരുക്കിയത്. കമ്പനി അടിച്ചാണ് ഇവൻ നാട്ടിൽ ഗാനമേള ഒരുക്കിയത്. ആ സഹോദരൻ അതാ കമ്പനിയെ കൂട്ടുന്നു. എടാ, അന്ന് നമ്മൾ
സംഘമായിട്ടായി പണി ചെയ്തത്. നിയമത്തിന് വൻ കുരുക്കുകൾ ഉണ്ടാകും. ഇത് നമ്മൾ ദുനിയാവിൽ നിന്ന് പഠിച്ചതാ. പക്ഷെ അതിന് പഴുതുകളും ഉണ്ടാകും. ആ പഴുതുകൾ ആരാഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ മുഷാവറ കൂടി നോക്കാം, ഒരു കൂടിയാലോചന. ആ കൂടിയാലോചന നടത്താം എന്ന് പറയുമ്പം അപ്പോഴേക്ക് മലക്കുകൾ കുറച്ചു സമയത്തേക്ക് ഇവർക്കൊരു ആശ്വാസം കിട്ടരുതല്ലോ. മലക്കുകൾ വന്ന് പിന്നെയും അടിക്കുന്നു. അടിച്ചിട്ട് വീണ്ടും പറയുന്നു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഹലോ കുറ്റവാളികളെ, നിങ്ങളോടല്ലേ പറഞ്ഞത് മാറണമെന്ന് മാത്രമല്ല, വംതാസു, ഒറ്റക്കൊറ്റക്കൊറ്റക്കൊറ്റക്ക്, വേറിട്ട് 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 നിൽക്ക്. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ വിചാരണ എന്താണ് വരുന്നത് എന്ന് കാത്ത് മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ടത്രേ. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹ് വിളിക്കാൻ ആ ഒരു രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അറഫ മരുഭൂമിയിൽ നിൽക്കുമ്പം പലർക്കും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാകും ഒരു പക്ഷെ ആ ഒരു നൃത്തം. എന്റെ കാര്യത്തിൽ മറ്റൊരാൾ ചിന്തിക്കാൻ പോലുമില്ലാതെ ഞാൻ ഒറ്റക്ക്, റബ്ബേ എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് വരിക എന്ന ഭയത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ വല്ലാത്ത ഒരു വിഷമമാണ് ആ സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിസാബിന് വേണ്ടി നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് പച്ചക്കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ച നമ്മൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിലും ഒരു കഴി അവൻ നോക്കും, പക്ഷേ നടക്കില്ല. വലൗ അൽഖാ മആദിറ, അവൻ ഏതേത് പ്രതിബന്ധങ്ങൾ ബോധിപ്പിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഏതേത് ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും ശരി, രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തില്ലേ? ഇവൻ ചോദിക്കുന്നു, പടച്ചവനെ, നേരത്തെ നീ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത് എന്റെ ജ്യേഷ്ഠനല്ലേ, അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകനല്ലേ, എന്റെ ഭാര്യയല്ലേ, എന്റെ ഭർത്താവല്ലേ, എന്റെ അയൽവാസിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നു, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ അവൻ നിന്റെ കൂടെയല്ല. അവന് പണി തക്കാസുറായിരുന്നില്ല, ഭൗതികതയുടെ അതിപ്രസരത്തിലായിരുന്നില്ല അവനുണ്ടായിരുന്നത്. അവൻ ആവുന്ന സമയത്തൊക്കെയും എന്തു ചെയ്തു? നല്ലതു മാത്രം ചെയ്തയാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ പോയ സ്വർഗത്തിലേക്ക് പോകാൻ നിനക്ക് കൂടൂല എന്ന് അല്ലാഹു പറയുമ്പോൾ ഇവൻ പറയുന്നു, പടച്ചവനെ, അത് പറയരുത്. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, അള്ളാന്റെ മുമ്പിൽ കളവ് പറഞ്ഞിട്ട് വില പോവോ ഇല്ല. എന്നാലും ഭൂമിയിൽ പഠിച്ചതൊന്ന് പയറ്റി നോക്കുകയാണ്. അതിനെക്കുറിച്ചാ ഖുർആൻ പറഞ്ഞത്. അവന്റെ ശരീരം തന്നെ അവനെതിരെ ദൃഷ്ടാന്തമായി വരും. വലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. അവൻ പഠിച്ച 18 അടവ് പയറ്റിയാലും ശരി, പടച്ച റബ്ബിന്റെ കോർട്ടിൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഉടനെ തന്നെ അല്ലാഹു അവനോട് പറയുന്നു, തരക്കേടില്ല, എന്നോട് മുഴുവൻ തോന്നിവാസങ്ങളും നീ ചെയ്തു, എന്നിട്ട് ഇന്ന് എന്റെ മുമ്പിൽ വന്നിട്ട് അത് ചെയ്തില്ല എന്ന് പറയുകയാണല്ലേ? എടോ, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരിക്കലും നിനക്ക് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അത് തൽക്കാലം നീ പ്രതീക്ഷിക്കേണ്ടതല്ല. നീ ഇവിടെ വന്ന് കള്ളം പറയുകയോ, നിന്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും രേഖപ്പെടുത്താൻ, നിന്റെ കർമ്മരേഖ, നിന്റെ കിതാബ് തയ്യാറാക്കാൻ ഞാൻ മലക്കുകളെ ഏൽപ്പിച്ചിരുന്നു. മലക്കുകളെ വിളിച്ചിട്ടല്ല പറയുന്നു, ഓ മലക്കുകളെ, ഇവന്റെ കർമ്മരേഖ ഹാജരാക്കൂ. ആ കർമ്മരേഖ കൊണ്ടുവന്ന് അവര് വായിച്ച് കേൾപ്പിക്കുമ്പോ ഇവൻ അന്തം വിടുകയാണ്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഞാൻ പാത്തും പതുങ്ങിയും ഒന്ന് നോക്കിയതുപോലും പടച്ചവനെ ഈ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇതിവൻ പറയുന്നത് മനസ്സിൽ സ്വന്തമായിട്ട് ഇങ്ങനെ പറയാണ്, പുറത്തേക്ക് പറയില്ല. മനസ്സിൽ സ്വന്തമായി ഇങ്ങനെ പറയും. എന്തിന്? ഇനിയും കളവ് പറയാനാണ് ഇവന്റെ മനസ്സിലെ മുറാദ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ഇവൻ ചോദിക്കും. നബിതങ്ങൾ പറയാൻ ഒരു ഹദീസിൽ ഇവൻ ചോദിക്കത്രേ അള്ളാഹുവിനോട്, ആരാണ് പടച്ചവനെ ഇപ്പോൾ വന്ന് എന്റെ പേരിലുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചവരാരാണ്?
അപ്പോൾ അള്ളാഹുവിന്റെ പ്രതികരണം, ഇപ്പോൾ ഇവിടെ വന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചതോ അത് നിന്റെ കർമ്മരേഖ എഴുതി വെക്കാൻ ഞാൻ കൽപ്പിച്ച മലായിക്കത്തുകളാണ് എന്ന് പറയുമ്പോ ഇവൻ ചോദിക്കും, അവരാരാ? അവരെന്റെ പ്രത്യേക അടിമകളാണ്. ശരി, ഞാനും നിന്റെ അടിമയാണ്, അവരും നിന്റെ അടിമയാണല്ലേ, എനിക്ക് പിഴക്കാമെങ്കിൽ അവർക്കും പിഴച്ചൂടെ? മലായിക്കത്തിന് പിഴക്കില്ല. അതൊന്നും പറയാൻ നിൽക്കുകയല്ല അള്ളാഹു പറയുന്നു, തരക്കേടില്ല, എന്റെ വിശുദ്ധരായ മാലാക്കമാരായോഗ്യരായി പ്രഖ്യാപിച്ച നിന്നെ ഞാൻ വിടൂല. എടോ, നിനക്കെന്തു തെളിവാ വേണ്ടത്? നീ പറയൂ, ആ തെളിവ് ഞാൻ തരാം. അപ്പോൾ ഇവൻ പറയുന്നു, പടച്ചോനെ, നീ പറഞ്ഞിട്ട് ഞാൻ അംഗീകരിക്കൂല, മലക്കുകൾ പറഞ്ഞിട്ട് ഞാൻ അംഗീകരിക്കൂല, കിതാബ് സാക്ഷിയായിട്ട് കാര്യമില്ല, ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാൻ തന്നെ സമ്മതിക്കണം. അല്ലാ, വിചാരണാ നാളില് എന്ന് പറഞ്ഞ നാളിൽ ഏറ്റവും ഭയാനകമായ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അല്ലാഹ് ചോദിക്കും, നിനക്കെതിരെ സാക്ഷി നിന്നാൽ ഇനി നീ നിഷേധിക്കില്ലല്ലോ? ഇവൻ പറഞ്ഞു, ഇല്ല. കാരണം ഇവൻ അടച്ച് നിഷേധിക്കാൻ നിൽക്കുക, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കുക, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കുക. കാരണം എന്താ? ദുനിയാവിൽ കള്ളം പറഞ്ഞാണ് എല്ലാത്തിൽ നിന്നും സലാമത്തായത്. ബോധ മനസ്സ് കള്ളല്ലേ പറയൂ. പിന്നെ സത്യം പറയണമെങ്കിൽ അബോധ മനസ്സിനോട് ചോദിക്കണം. അതിനാണ് ഹിപ്നോട്ടിസം നടത്തുന്നത്. കണ്ടില്ലേ, CBI പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ തെളിഞ്ഞില്ലെങ്കിൽ അവസാനം ഹിപ്നോട്ടിസം നടത്തും. മയക്കിയിട്ട് ചോദിച്ചാൽ സത്യം പറയും. എന്നാൽ ഹിപ്നോട്ടിസം നടത്തിയാൽ വരെ കള്ളം പറയുന്ന ചില മിടുക്കന്മാരുണ്ട് അത്രേ. ഇവരൊക്കെയല്ലേ നാളെ പരലോകത്ത് വരാനിരിക്കുന്നത്. അതേ, പറയൂല എന്ന ഉറപ്പിൽ തന്നെ അള്ളാഹുവിനോട് പറയുമ്പോ ഇവനൊട്ടും വിചാരിച്ചില്ല. അവിടുന്ന് റസൂലുള്ളാഹി ആയത്തിങ്ങോതുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നേ ദിവസം അതാ നമ്മൾ അവരുടെ വായികൾക്ക് ശീല് വെച്ചു, മുദ്ര വെച്ച് കഴിഞ്ഞു. പിന്നെ നാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരശേഷി അല്ലാഹു ഊരി എന്നാണ് ഈ പറഞ്ഞത്. അത് കഴിഞ്ഞതിന്റെ ശേഷം വതുകല്ലിമുനാ ഐദീഹിം, നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ കരങ്ങളാണ്. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അവർ ചെയ്ത വേണ്ടാത്തരത്തിന് സാക്ഷി പറയുകയാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയ പേക്കൂത്തുകൾക്ക് കാലും കയ്യുമൊക്കെ സാക്ഷിയാവുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു രംഗമാണ്. സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നുണ്ട് അതേക്കുറിച്ച്. ആ രംഗം ഇങ്ങനെ പറഞ്ഞിട്ട്, അവയവ പ്രക്ഷേപണ നാള്, അവയവങ്ങൾ അവയുടെ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്തു യാസീനിൽ കയ്യും കാലും എന്ന് പറഞ്ഞു. അവിടെ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രയോഗം. കാതും കണ്ണും അവർക്കെതിരെ സാക്ഷി പറയും എന്നല്ല, വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങളാകെ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ മൊത്തം പ്രക്ഷേപണം നടത്തുകയാണ്. ആ അവയവ പ്രക്ഷേപണ നാളിൽ ഇവനെ മാനം കെടുക്കുമ്പോ സഹോദരാ ചിന്തിക്ക്, ഇവൻ കയ്യും കാലും ഇങ്ങനെ പറയുന്നു, ഞാൻ ഇന്നയാളെ തല്ലിയിട്ടുണ്ട്, ഇന്നയാളുടെ മുതൽ മോഷ്ടിച്ചത് ഞാനാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ കയ്യിനോട് ചോദിക്കുകയാണ്, കാലിനോട് ചോദിക്കുകയാണ്, ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ. ലിമ ശഹിത്തും അലൈനാ, എന്തിനാണോ നിങ്ങൾ നമ്മളെ വഷളാക്കിയത്? നിങ്ങൾ നമ്മൾക്കെതിരെ നിൽക്കേണ്ടിയിരുന്നോ? നരകത്തിലേക്ക് പിടിച്ചെറിയുമ്പം എന്നെയും നിങ്ങളെയും കൂടെയല്ലേ എറിയാനുള്ളത് എന്ന് സ്വന്തം കാലിനോടും കയ്യിനോടും പറയുമ്പോ കാലും കയ്യും പറയുന്നു, ഇവിടെ വന്ന് വായാടിയാകാനല്ല പറഞ്ഞത്, ദുനിയാവിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അന്തകനല്ലാഹുല്ലദീ അന്തക കുല്ല ശൈ, എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷി കൊടുത്തവനാരാണോ അവൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ സംസാരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? നാക്കേ, എന്നെ പോലെ ഒരു അവയവമാ നീ, നിനക്കല്ല സംസാരശേഷി തന്നു, ഇവിടെ വെച്ച് എനിക്കല്ല സംസാരശേഷി തന്നു. കാല് പറയുന്നു, കയ്യ് പറയുന്നു. എന്നാൽ ഇതിലേറ്റവും വലിയ ഒരു രംഗം റസൂലുള്ളാഹി ചോദിക്കുകയാണ് സദസ്സിനോട്, അല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയോ അതദറൂന മാ ഹുവ അവ്വലു മാ യബ്ദഉൽ കലാം, അവിടെ വെച്ച് സംസാരം ഔദ്യോഗികമായി തുടങ്ങുന്ന അവയവം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ആദ്യം സംസാരിക്കുക ഏതാണ്? സ്വഹാബ ഇത് കേട്ടപ്പം ഞെട്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ അറിയില്ല. ആരാ ആദ്യം സംസാരിക്കുക? തലയാണോ, മൂക്കാണോ, ചെവിയാണോ, കണ്ണാണോ, കയ്യാണോ, കാലാണോ? സൂറത്ത് യാസീനിൽ നോക്കുമ്പോ ഓർഡർ പ്രകാരം കയ്യാണെന്ന് തോന്നും.
എന്നാൽ അത് മറ്റൊരായത്തിലേക്ക് വരുമ്പോൾ ചെവിയാണെന്ന് തോന്നും. അപ്പോൾ അതൊന്നും ഓർഡറല്ല. പിന്നെ അത് മുത്തുനബി തന്നെ പറഞ്ഞു തരണം. അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം. അപ്പോഴാണ് ഹബീബ് പറയുന്നത് അസ്ലു ഫഖിദിക്കും അസ്ലു ഫഖിദിക്കും അസ്ലു ഫഖിദിക്കും, നിങ്ങളുടെ തുടക്കുറ്റിയാണ് കേട്ടോ ആദ്യമായിട്ട് അവയവ പ്രക്ഷേപണം തുടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് ഞാൻ പറയുന്നു, മോമിനാത്തുകളോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, തുടക്കുറ്റിയാണ് ആദ്യം സംസാരം തുടങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര തന്നെ പകൽ മാന്യനാണെങ്കിലും ആ മാന്യന്മാരൊക്കെ വഷളാകുന്നത് ലൈംഗിക വൃത്തികേടുകളിൽപ്പെട്ടാൻ. ലിംഗം സ്ഥിതി ചെയ്യുന്നത് തുടക്കുറ്റിയുടെ ഓരത്താൻ. ആണിന്റെയും പെണ്ണിന്റെയും ലിംഗം സ്ഥിതി ചെയ്യുന്നത് തുടക്കുറ്റിയുടെ ഓരത്താൻ. ആ ലിംഗം കൊണ്ട് എന്ത് വികൃതി കളിച്ചിട്ടുണ്ടോ, വ്യഭിചരിച്ചിട്ടുണ്ടോ, സ്വവർഗരതിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, എന്തെന്ത് തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ അള്ള വഷളാക്കുമ്പോ ആദ്യമായി നമ്മളെ വഷളാക്കുന്നത് നമ്മുടെ തുടയുടെ അറ്റമാണ്, തുടക്കുറ്റിയാണ്. ഇത് പറഞ്ഞപ്പോ സ്വഹാബ പൊട്ടി പൊട്ടി കരയുകയാണ്. ഈ സദസ്സിലുള്ള എന്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, സഹോദരാ, ഓരോരുത്തരും ചിന്തിക്ക്. നാളെ ആ പ്രക്ഷേപണമങ്ങ് തുടങ്ങുമ്പോ എന്റെ തുടക്കുറ്റിക്ക് എന്തൊക്കെയാണ് വിളിച്ചു പറയാനുണ്ടാവുക? ഓരോരുത്തരും ചെയ്ത അതിഗൗരവമായ കേസുകൾ മനസ്സിൽ വെച്ച് മഗ്ഫിറത്തിന്റെ പത്താണ് പടച്ചോനോടങ്ങ് പറയൂ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പ്രൗഢമായ സദസ്സൊരു 3 തവണ ആത്മാർത്ഥമായി ഒന്ന് ഏറ്റുചൊല്ലൂ കൂട്ടുകാരെ. ഇന്നലെ നരകം പറഞ്ഞു പേടിച്ച മനസ്സാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എത്ര വലിയ പാപിക്കൂ അള്ളാഹു പൊറത്തു തരുമല്ലോ. അള്ളാഹു ഗഫാറാണല്ലോ. അള്ളാഹു ഗാഫിറാണ്. ഗാഫിറിൽ നിന്ന് കയറിയാൽ അള്ളാഹു ഗഫൂറാണ്. ഗഫൂറിൽ നിന്ന് കയറിയാൽ ഒരു പടിയും കൂടെ പോയാൽ ഗഫാറാണ്. മനുഷ്യൻ അള്ളാഹിനോട് ദുൽമ ചെയ്ത് ലാലിമാകുന്നു, കൂടുതൽ ദുൽമ ചെയ്ത് ലലൂമാകുന്നു, പെരും അക്രമങ്ങൾ ചെയ്ത് ലല്ലാമാകുന്നു. ആ ലാലിമായ മനുഷ്യന് ഗാഫിറായ റബ്ബ്, അരൂമായ മനുഷ്യന് ഗഫൂറായ റബ്ബ്, വല്ലാമായ മനുഷ്യന് ഗഫാറായ റബ്ബിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മഖ്സിദുൽ ഹസ്നാ ഫീ ശറഹി അസ്മാഇല്ലാഹിൽ ഹുസ്നാ എന്ന ഗ്രന്ഥത്തിൽ അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞത് കാണാം. അല്ലാഹ് പൊറുക്കും, എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരും. ധാരാളം തവണകൾ പൊറുക്കും. അല്പം പാപങ്ങൾ പൊറുത്താൽ ഗാഫിർ എന്ന് പറയാം. എന്നാൽ അള്ളാഹു മുഴുവൻ പൊറുക്കും. അപ്പൊ അള്ളാഹു ഗഫൂറാൻ. മുഴുവൻ പൊറുക്കുക എന്ന് പറഞ്ഞ ഒരു തവണ, രണ്ടാമത് ചെയ്താൽ വീണ്ടും പൊറുക്കും. എത്ര തവണയും പൊറുക്കും. അതാണ് ഗഫാർ. പക്ഷേ ഒരിക്കൽ തൗബ കിട്ടി എന്ന് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത്, അന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനും നിങ്ങളും സാലിഹീങ്ങളായി ജീവിതം ആരംഭിക്കണം. കാരണം ഇനിയൊരു തൗബക്ക് നമുക്ക് അവസരം കിട്ടണമെന്നില്ല. നമ്മൾ നാക്ക് കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തി, അൽ മുസ്തഗ്ഫിറു ബിൽ ലിസാൻ അൽ മുസിറു അല ദംബി കൽ മുസ്തഹ്സി ബി റബ്ബിഹി. സ്വദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ നാക്ക് കൊണ്ട് വെറുതെ ഇങ്ങനെ വായാടിയായി നീ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും നീ പാപത്തിൽ നിലനിൽക്കുകയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മാറ്റാനുള്ള ശ്രമമൊന്നുമില്ല. എന്നാൽ അത് റബ്ബിനെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ അത് പേടിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നാളെ പരലോകത്ത് വെച്ച് ഈ അവയവ പ്രക്ഷേപണം എത്ര ഗൗരവമുള്ളതാണ്. ഇന്ന് ഈ മൈക്കിന്റെ മുമ്പിൽ വെച്ച് എന്റെ കയ്യിനും കാലിനും കണ്ണിനും മൂക്കിനുമൊക്കെ അള്ളാഹു ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം എങ്ങാനും നൽകപ്പെട്ടാൽ, ഈ ഫ്രീഡം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മൈക്ക് ഓഫാക്കി ഓടേണ്ടി വരും. കാരണം ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എനിക്കേ അറിയൂ. നിങ്ങളൊക്കെ ചെയ്തത് ഓരോരുത്തർക്കും അറിയാം. നല്ല നല്ല ആളുകൾ, അവർക്ക് സന്തോഷമാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ ആവേശവും സന്തോഷവുമാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പം വിഷമങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഹിസാബിന്റെ നാളിൽ നമ്മൾ നന്നായിട്ട് വിഷമം അനുഭവിക്കും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇങ്ങനെ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞിട്ടും രക്ഷപ്പെടാതെ
അവൻ അതാ അവിടെ മശ്റയിൽ ഇങ്ങനെ അന്തിച്ചു നിൽക്കുമ്പോ അല്ല പറയാണ് മലക്കുകളോട്, ഇനി എന്താ നോക്കുന്നത്? ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂ. പിടിയവനെ ചങ്ങലയിൽ കോർത്ത് കെട്ടി നരകത്തിലേക്ക് എറിയൂ. സുബ്ഹാനല്ലാഹ്. ആ ചങ്ങലയിൽ കോർത്ത് കെട്ടുന്ന രൂപങ്ങൾ വളരെ ഭയാനകമാണ്. മനുഷ്യരെ ആ രൂപത്തിൽ ഇങ്ങോട്ട് വളയ്ക്കുകയാണ്. അവരെ വളച്ചിട്ട് യുഖദു ബിൻ നവാസി വൽ അഖ്ദാം, മൂർദാവും പാദവും പിടിച്ച മൂർദാവിനൊരു കെട്ടിടുന്നു, തലക്കൊരു കെട്ടിടുന്നു. പാദം രണ്ടും കൂട്ടി യോജിപ്പിച്ചതിന്റെ ശേഷം ആ കയറുകൊണ്ട് പാദത്തിലിട്ടിങ്ങ് വലിച്ചാൽ ആ മോഡൽ ഇങ്ങോട്ട് വളയും. അത് അബൂ സഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മുന്നോട്ടല്ല വളക്കുന്നത്, പിന്നോട്ടാണ് വളക്കുന്നത്. എന്തായിരിക്കും അതിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. യുഖദു ബിൻ നവാസി വൽ അഖ്ദാം, പിന്നോട്ട് നമ്മളെ ആ മോഡലിൽ അങ്ങോട്ട് വളച്ചാലുള്ള അവസ്ഥ. എന്നിട്ട് അത് ഇങ്ങനെ കോർത്തിടുകയാണ് എങ്ങോട്ട്? ഈ ചങ്ങലകളിലേക്ക്. സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ സബഊന ദിറാഅൻ ഫസ്ലുകൂ. ഖുർആൻ പറഞ്ഞു 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ കെട്ടി നിങ്ങൾ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയണം. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ളതാണിത്. ഇങ്ങനെ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനില്ലേ? ആ നരകം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ കത്തി കത്തി കറുപ്പ് കളറിൽ നിന്ന് ചുവപ്പ് കളറിൽ നിന്ന് വെള്ള കളറിൽ നിന്ന് പരിണാമം സിദ്ധിച്ച് കറുത്ത കളറിൽ കൊട്ടാരക്കണക്കിന് ഉയരത്തിൽ തീപ്പൊരികൾ എറിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മഞ്ഞ ഒട്ടകങ്ങളെ പോലെയുള്ള അത്ര വണ്ണമുള്ള അതേ രൂപത്തിൽ കൊട്ടാരത്തിന്റെ ഉയരമുള്ള തീപ്പൊരികളാണ് അതിൽ നിന്ന് ഉയരുന്നതെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ നരകത്തിലെ തീയിന്റെ കടുപ്പം എത്രയായിരിക്കും? അങ്ങോട്ട് കൂട്ടിക്കെട്ടിയിട്ട് നമ്മളെ വലിച്ചെറിയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അതിന് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അല്ല ഇതാ നമുക്ക് നല്ല ഒരു അവസരം തന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ 10 നരകത്തെ തൊട്ട് എഴുത്തൊക്കെ ചോദിച്ച് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുന്നു. പക്ഷേ എത്ര തവണ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ഈ 10 ചൊല്ലി എന്ന് ചോദിച്ചാൽ മറുപടി എന്തായിരിക്കും? എത്ര തവണയാ ജമാഅത്തായി നിസ്കരിച്ചത് അത് നോക്കണം. അപ്പൊ ഇമാമ് ചൊല്ലിത്തന്നപ്പോ ഒരു 3 തവണ. അതല്ലാതെ സ്വന്തമായിട്ട് ഈ 10 ചൊല്ലി നോക്കിയോ? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പഴയ കാലത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ മുറ്റമടിച്ചു വാരുന്ന ഉമ്മങ്ങനെ ചൊല്ലുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഓരോ 10 അതിലെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതേ രൂപത്തിൽ തന്നെയാണ് മുറ്റമടിച്ചു വാരുമ്പം 10 ചുട്ടുകൊണ്ടിരിക്കുമ്പോ അപ്പോഴൊക്കെ ആ സമയം അവരങ്ങനെ ലാഭിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ പെണ്ണോ, ഇന്നത്തെ ആധുനിക പെണ്ണ്, ഉളുപ്പില്ലാത്ത പെണ്ണ്, വൃത്തിയില്ലായ്മക്ക് ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച് നിവർന്നു കിടക്കുന്ന ചിത്രങ്ങൾ ആസ്വദിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതലായി നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും 3 പേരും കൂടെ സമ്മേളിച്ച ഒരു സംഭവം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ച് പട്ടിണിയിലാണ്. വീട്ടിലൊന്നുമില്ലാത്തത് കൊണ്ട് ഇറങ്ങി റോട്ടിൽ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ആ വഴിക്ക് ആരെങ്കിലും വന്നാൽ വല്ലതും കിട്ടുമല്ലോ എന്ന സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുവഴി വരുന്നത്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി സലാം പറഞ്ഞ് സലാം മടക്കി വളരെ സന്തോഷത്തിലാ. അബൂബക്കർ സിദ്ദീഖ് എന്നെ കൊണ്ടുപോകും എന്നൊക്കെയുള്ള സന്തോഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് നടത്തുന്ന ആ സംഭാഷണത്തിന് ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമറേ, ഈ നേരത്ത് ഇവിടെ ഇരിക്കാൻ കാരണം എന്താ? ഈ നേരത്ത്, ഈ നട്ടുച്ച നേരത്ത്, ഈ അസമയത്ത് ഈ റോട്ടിൽ ഇറങ്ങിയിരിക്കാൻ കാരണം എന്താ? മാഖ്റജകയാ ഉമർ. അവിടുന്ന് പറഞ്ഞു, അഖ്റജനിയൽ ജൂൾ. ഒന്നുമല്ല, പട്ടിണിയാണ് എന്നെ പുറത്തിറക്കിയത്. പട്ടിണിയാണ് എന്നെ പുറത്തിറക്കിയത്. വീട്ടിലൊന്നുമില്ലാത്തപ്പോ ഇവിടെ ഇറങ്ങിയിരുന്നതാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ മറുപടി,
അഖ്റജനി അല്ലദീ അഖ്റജക യാ ഉമർ. ഉമറേ, നെയ്യ് പുറത്തിറങ്ങിയ സാഹചര്യം എന്താണോ അത് തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്. സുബ്ഹാനല്ലാഹ്. രണ്ടുപേരും ഇനി പട്ടിണി കഥ പറഞ്ഞിരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? അങ്ങനെ ആ പട്ടിണി കഥയും പറഞ്ഞ് അവരവിടെ ഇരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമനായി ആ വഴിക്ക് വരുന്നത്. റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഇവര് പട്ടിണിയെല്ലാം മറന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, മാ ഖറജകുമാ, എന്തേ രണ്ടാളും ഇന്നേരത്തിവിടെ? മറുപടി പറഞ്ഞു, നബിയെ, വിശപ്പ് കൊണ്ടാണ്. ഹബീബിന്റെ മറുപടി, അന്ന് ജീവിക്കുന്ന മൂന്ന് നേതാക്കന്മാരുടെ അവസ്ഥ, അഖ്റജനി അല്ലദീ അഖ്റജകുമാ, നിങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിയ കാരണം എന്താണോ അത് തന്നെയാണ് കേട്ടോ എന്നെയും പുറത്തിറക്കിയത്. ഇത് കേട്ടപ്പോ വല്ലാതെ വിഷമിച്ചു പോയി. മുത്തുനബിയും ഇതുപോലെ പട്ടിണിയിലാണ്. അവിടുന്ന് നബി പറഞ്ഞു, വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്നാ പറ്റോ? റസൂലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നയാളാണ്. എന്തു വിഷമമുണ്ടെങ്കിലും ശരി, നോക്ക് നിങ്ങൾ, ആ റസൂലുള്ളാഹിയുടെ പേരമക്കൾ, നമ്മുടെ നേതാക്കന്മാര്, അവർക്ക് എന്തെന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളെ ആശീർവദിക്കാൻ അവരിവിടെ എത്തി. ആ നിറഞ്ഞ പ്രാർത്ഥന ഈ സദസ്സിന് തന്നു. പഠിച്ചവനെ, എത്ര സുഖമില്ലെങ്കിലും ഈ സദസ്സിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്ത ഞങ്ങളുടെ നേതാവിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇനിയും ഒരുപാട് നാള് ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള മഹാഭാഗ്യം നൽകണേ റഹ്മാനെ. ആ നേതൃത്വത്തിൽ ഞങ്ങളുടെ തണലിൽ ഞങ്ങളുടെ സംഘടനയുടെ ചലനം ഇനിയും നീ നീട്ടിയിട്ടു തരണേ റഹ്മാനെ. പഠിച്ചവരെ, നാളെ സ്വർഗത്തിലും ഇതുപോലെ അവിടത്തോടൊപ്പം ഒത്തുകൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ദിക്റും തദ്രീസും മറ്റുള്ള ഖുർആൻ പാരായണവും ഒക്കെയായി കഴിയുന്ന അവരോടൊപ്പം മഹബത്തല്ലാതെ ഞങ്ങളെ ചേർക്കില്ല. പഠിച്ചോനെ, മഹബത്തൊന്നുകൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിഷമം തീർക്കാൻ കൊണ്ടുപോകുന്നു. വാ, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരണം. നമുക്ക് അബുൽ ഹൈസമിൽ അൻസാരിയുടെ വീട്ടിൽ പോകാം. വലിയ സൽക്കാരപ്രിയനാണ് അദ്ദേഹം. എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോ അബുൽ ഹൈസമിന്റെ വീട് അടഞ്ഞു കിടക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ പുറത്തു നിന്ന് വിളിച്ചപ്പോ കുറെ കഴിഞ്ഞപ്പോ അകത്തു നിന്ന് അബുൽ ഹൈസമിന്റെ ഭാര്യ പ്രതികരിച്ചു, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, പുറത്തു പോയതാ നബിയേ, അങ്ങയുടെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തു. നബിയെ, എന്റെ ഭർത്താവ് പുറത്തു പോയതാ, ഇപ്പോൾ വരും. നബി അവിടെ വരാന്തയിൽ കയറിയിരിക്കാൻ ശുദ്ധജലം എടുക്കാൻ വേണ്ടി പോയതാണ്. കിണറ്റിങ്ങൽ വരെ പോയതാണ്. അതാ വെള്ളവുമായി അബുൽ ഹൈസമിൽ അൻസാരി എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ ഹൈസമിൽ അൻസാരി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ പൂമുഖത്തിരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാകും. നമ്മുടെ പൂമുഖത്ത് നമ്മുടെ നേതാക്കന്മാര് വന്നിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കൽബിന് എന്തൊരു തണുപ്പുണ്ടാകും. അതങ്ങ് കണ്ടിട്ട് ഓടി വന്ന് അതാ വെള്ളം കൊണ്ടുപോയി വെച്ച് റസൂലുള്ളാഹി തങ്ങളെ സലാം പറഞ്ഞ് അനുമോദിച്ച് അവിടുന്ന് 3 ഗ്ലാസ് വെള്ളമെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. ഏതാനും കാരക്കകളും മുമ്പിൽ വെച്ചിട്ട് തിന്നോളൂ, കുടിച്ചോളൂ സന്തോഷപൂർവം എന്ന് പറഞ്ഞു. ഇത് ഒരതിഥി കടന്നു വന്നാൽ ആദ്യമായി കൊടുക്കുന്ന ഒരു ലഘു ഭക്ഷണം, ഒരു ലഘു പരിപാടി, അതാണ് ഈ നടന്നത്. ഇനി കനമുള്ളത് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കത്തിയെടുത്ത് പുറത്തേക്കിറങ്ങിയപ്പോ റസൂലുള്ള വിളിച്ചിട്ട് റസൂലുള്ള തമാശയായിട്ട് പറയാൻ, അത്തരം കമന്റുകളൊക്കെ നമ്മളും നടത്തുന്നതാ. നമ്മൾ അതിഥിയായി ചെല്ലുമ്പോ കോഴിയൊന്നും അറക്കണ്ട, പോത്തിനെയൊന്നും തള്ളിയിടണ്ട എന്ന് പറയാറുണ്ട്. ഇതേ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, ആടറക്കാനാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ കത്തിയെടുത്ത് ഇറങ്ങുന്നത് കണ്ട് മനസ്സിലാക്കി. നബി വിളിച്ചിട്ട് പറഞ്ഞു, കറവുള്ളതിനെയൊന്നും പിടിച്ചറക്കണ്ട കേട്ടോ. ഇയ്യാക വൽ ഹലൂബ്. അതാ അദ്ദേഹം ആടിനെ അറുത്തു, മാംസം റെഡിയാക്കി. അപ്പോഴേക്ക് ഭാര്യ പത്തിരിയും ചുട്ടു. അതെടുത്തു വെച്ചു കഴിക്കാൻ നബി തങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ഇവിടെ നിന്നങ്ങോട്ടാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇതുവരെയാണ് പല സംഭവങ്ങളിലും ഉള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ വളരെ വിശാലമായി സംഭവം നീട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാത്ത പരീക്ഷണത്തിന്റെ നിമിഷങ്ങളായിരുന്നു അവിടെ അങ്ങോട്ട്. എന്തേ കാരണം? ഭക്ഷണം കഴിക്കാനിരുന്നു. പൊന്നാര നബി തങ്ങൾ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുന്നില്ല.
നബി എടുക്കാതെ എങ്ങനെയാ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. കാരണം യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുതെന്നല്ലേ മുസ്ലിമീങ്ങളോടുള്ള കൽപ്പന. ലാ തുഖദ്ദിമു, നിങ്ങൾ മറികടക്കാൻ പാടില്ല എന്നല്ലേ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. അത് ഭക്ഷണം കഴിക്കുന്നിടത്ത്, അത് നടക്കുന്നിടത്ത്. അതുകൊണ്ടാണ് ഇസ്മായിലുൽ ഹഖി പറഞ്ഞത്, സാദാത്തീങ്ങളുടെ കൂടെ നടക്കുമ്പോ, ആലിമീങ്ങളുടെ കൂടെ നടക്കുമ്പോ, ഉസ്താദുമാരുടെ കൂടെ നടക്കുമ്പോ അവരെ പിന്നിൽ നടക്കണം. അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമേ തുടങ്ങാവൂ. ഇങ്ങനെയൊക്കെ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, റസൂലുള്ള എടുക്കാതെ ഞങ്ങൾക്ക് എടുക്കാൻ വയ്യ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. കുറെ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പാത്രത്തിലേക്ക് കൈ നീട്ടുന്നു. അപ്പൊ ഒരു വല്ലാത്ത പ്രതീക്ഷ. ഇല്ല, ഇപ്പൊ കിട്ടും, എടുക്കാനാകും, കഴിക്കാനാകും, അത്രയും വിശന്നിട്ടുണ്ട്. പക്ഷേ നബി ഒരു പത്തിരി മൊത്താ എടുത്തത്. അത് കണ്ടതോടുകൂടെ മനസ്സിലാക്കി സംഗതി തിന്നാനല്ല, മറ്റെന്തോ പുറപ്പാടാണെന്ന് അതോടുകൂടെ ബോധ്യപ്പെട്ടു. കാരണം നബി ഒരു പിച്ചലേ എടുക്കൂ തിന്നാനാണെങ്കിൽ. കാരണം നബി അദബുള്ള തീറ്റയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീറ്റ. മറ്റേതൊക്കെ നമ്മളുടെ സംസ്കാരം, 2 പൊറാട്ടയ്ക്ക് ഒരൊറ്റ വെപ്പിന്, അതൊക്കെ നമ്മളെ സംസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ അതൊന്നും ചെയ്യൂല, കഷ്ണം പൊട്ടിച്ചിട്ടേ തിന്നു. അങ്ങനെ അത് മനസ്സിലാക്കി ഞങ്ങൾ അപ്പോൾ തന്നെ നബി തങ്ങളതാ 2 കഷ്ണം ഇറച്ചിയെടുത്ത് ഈ പത്രിയുടെ നടുക്ക് വെച്ചത് ചുരുട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് പോകുന്നു. എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല, എവിടം വരെയാണെന്ന് പറഞ്ഞിട്ടില്ല, എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴാ വരാ എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അക്ഷപരായി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ തന്നെ കാത്തിരിക്കുകയാണ്. നബി വന്നിട്ടേ ഭക്ഷണം കഴിക്കൂ. കണ്ടോ നിങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ കൂടുതൽ വൈകാതെ തിരിച്ചു വരുന്നു. എന്തൊരു ഹാപ്പിയാണ്, നല്ല സന്തോഷമാണ് ആ മുഖത്ത്. വന്നു, പത്തിരി എടുത്തിട്ട് കൊടുക്കുന്നു, കഴിക്കാൻ പറയുന്നു. അപ്പൊ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്തായാലും ഞാനിത് നിങ്ങളോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കേണ്ടിയിരുന്നോ? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവിടെ ആ വീട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ബറക്കത്തിന് പ്രാർത്ഥിച്ചു. അതും കൂടെ സംഭവത്തിലുണ്ട്. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോരുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ഒട്ടി നിന്നിട്ട് ചോദിച്ചു, നബിയെ ഇങ്ങനെയൊക്കെ ക്ഷമ പരിശോധിക്കേണ്ടിയിരുന്നോ? അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് എന്റെയും സിദ്ദീഖിന്റെയും തോളിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, ഓ സിദ്ദീഖേ, ഓ ഉമറേ, ഞാൻ നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയല്ലേ. ഞാൻ അതിൽ നിന്ന് ആ പത്തിരി എടുത്തത് എനിക്ക് തിന്നാൻ വേണ്ടിയാ. കൈ നീട്ടുമ്പോ, പക്ഷേ ആ പാത്രത്തിലേക്ക് കൈ നീട്ടുമ്പോ എനിക്കൊരു ഉൾവിളിയുണ്ടായി, അല്ലയോ റസൂലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു നാളെ ആയുള്ളൂ, ശരിയാണ്. പക്ഷേ ഫാത്തിമ നിങ്ങളുടെ പൊന്നാര കരളിന്റെ കഷ്ണമാണെന്ന് നിങ്ങൾ പറയുന്ന പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് 2-3 നാളായി നബിയേ എന്ന് പറഞ്ഞപ്പോ ഈ വീട്ടുകാരന്റെ സമ്മതം മോഹിച്ചുകൊണ്ട് ഞാൻ അതിൽ നിന്ന്, എന്റെ ഊഴത്തിൽ നിന്ന് ഒരു പത്തിരിയും 2 കഷ്ണം മാംസവും എന്റെ മോൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ്. അത് ഞാൻ അവൾക്ക് ബിസ്മി ചൊല്ലി കൊടുത്തു. അവൾ അത് സ്വീകരിച്ചു. അത് കഴിച്ച് കണ്ട സന്തോഷത്തിലാ ഞാൻ തിരിച്ചു വരുന്നത്. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഒരു വാത്സല്യം തുളുമ്പുന്ന ഒരു ഉപ്പയുടെ സ്നേഹപ്രകടനങ്ങളാ നിങ്ങൾ കണ്ടത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഏതായാലും ഞാൻ നിങ്ങളോട് വലിയ അക്രമമല്ലേ ചെയ്തത്. ഒരുപാട് നേരം നിങ്ങളെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുത്തിയില്ലേ, എന്നാൽ ഞാൻ എപ്പോഴാ വരിക എന്ന് പറഞ്ഞില്ല, എന്നാൽ നിങ്ങൾ കഴിച്ചോ എന്ന് അനുവാദവും നൽകിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറയാൻ നബി തങ്ങൾക്കൊരു വിഷമവുമില്ല. വലിയ വലിയ മനുഷ്യന്മാരെങ്ങനെയാണ്. അത് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയേ മാപ്പാക്കണം, നബിയേ മാപ്പാക്കണം, നബിയേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല നബിയേ. അങ്ങയുടെ പൊന്നുമോൾ ഇത്ര വലിയ പട്ടിണിയിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നബിയേ. ഞങ്ങൾ വിഷമിപ്പിച്ചതിന് നിങ്ങൾ ഞങ്ങളോട് പൊരുത്തപ്പെടണം, ഇത് ചോദിച്ചതിന് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, സഹാബ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറക്കാം, അതൊന്നുമല്ല വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചോ? അതേ, കഴിച്ചു എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയാൻ, ആ ഭക്ഷണം കഴിച്ചപ്പോ നിങ്ങൾ സൂറത്തു തകാസുറിന്റെ അവസാനത്തെ ആയത്തിനെ കുറിച്ച് ഓർത്തിരുന്നോ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നെ നിങ്ങൾ സുഖിച്ചു പോയ ആഡംബരങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ തിന്ന ഭക്ഷണത്തിന് നാളെ ഹിസാബ് ഉണ്ടാകുന്ന ഓർത്തിരുന്നോ? അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇത്രയും വിശന്ന സമയത്ത് ഒരു നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ അങ്ങ് കഴിച്ചു, ശരിയാണ്, ഇതിന് ഹിസാബ് ഉണ്ടെങ്കിൽ ഈ ഭക്ഷണം എന്റെ വയറ്റിൽ വേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും അങ്ങനെ ഛർദ്ദിച്ചൊഴിവാക്കിയതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
കൈ വായിലേക്ക് ഇടുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, അപകടങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നില്ല, വാഹനം ഉണ്ടാകാൻ പറ്റൂല എന്നില്ല, വീടുണ്ടാകാൻ പറ്റൂല എന്നില്ല. നല്ല വീടാവാം, നല്ല ഭക്ഷണമാകാം, നല്ല വെള്ളമാവാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെന്താ? അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇതേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ചോദ്യം എളുപ്പാക്കണം. ആ ചോദ്യം എളുപ്പാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഫോർമുല പറഞ്ഞു തരാം. ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്താ? നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോ അൽഹംദുലില്ലാ, ആ ഭക്ഷണം തന്ന അള്ളാഹുവിനോട് മനസ്സറിഞ്ഞൊന്ന് പറയണം കേട്ടോ. ഞാൻ ഈ സദസ്സിനോട് പറയുന്ന ഇന്ന് മുതൽ എന്നും നിങ്ങൾ പറയുന്നതായിരിക്കും സാധാരണക്കാർ. 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വെച്ചതാണല്ലോ ഇതൊക്കെ. എന്നാൽ പലപ്പോഴും ഇതൊക്കെ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനുള്ള ദിക്റുകളായിട്ടാണ് നമ്മളിൽ നിലനിൽക്കാറുള്ളത്. ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ ഡാഷ് ചൊല്ലണം എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ ചൊല്ലണം എന്ന് എഴുതി കൊടുക്കും. ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ പലരും പറയാറില്ല, എന്നാ ചൊല്ലണം അൽഹംദുലില്ലാ. ഓ, ആത്മാർത്ഥമായി ചൊല്ലണം, ഖൽബ് തണുത്ത് പറയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തു തക്കാസുറിന്റെ ചാരത്തുകൂടെ 5 ദിവസം നാം നടത്തിയ ചർച്ച അള്ളാഹു പൊരുത്തപ്പെടുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഭൗതിക അതിപ്രസരത്തിന്റെ കാണാപ്പുറങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും ആ ദുആ എല്ലാ ഭാഗങ്ങളിലും എത്തി. എല്ലാം അതിൽ ചോദിച്ചു. അത് മതിയല്ലോ നമുക്ക്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, ഞങ്ങളെ മുസ്ലിമാക്കിയത് ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടല്ല. അള്ളാഹുവേ, അർഹമുറാഹിമായ റബ്ബേ, മുത്തുനബിയുടെ ഉമ്മത്തിയാക്കി തന്നത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല. ഇനി ഞങ്ങൾക്ക് നിന്നോടൊന്ന് ചോദിച്ചു വാങ്ങാനുണ്ട്. നീ ചോദിക്കാതെ ഞങ്ങൾക്ക് കുറെ തന്നു. അവസാനമായി ഞങ്ങളൊന്ന് ചോദിക്കുന്നു റബ്ബേ, ആ മുത്തുനബിയുടെ ഉമ്മത്തിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പ്രഖ്യാപിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്കും നേതാക്കന്മാർക്കും സാദാത്യങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ, നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.